ഏകദേശം 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക ചാമ്പ്യനായ ഡിങ് ലിറനും ഇയാൻ നെപ്പോമനച്ചിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ലോക ചാമ്പ്യൻ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ ഒരു ക്ലാസിക്കൽ ടൂർണമെന്റിൽ ഇവിടെ കളിക്കുന്നത്. ഗെയിം എങ്ങനെ പോയി നോക്കാം. ഇവിടെ വൈറ്റ് കളിക്കുന്ന ഇയാൻ നെപ്പോമനച്ചി അന്നത്തെ ചലഞ്ചറാണ്. ഇപ്പോൾ ബ്ലാക്ക് കളിക്കുന്ന ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനായ ഡിങ് ലിറനാണ്. നെപ്പോ E4 വെച്ച് തുടങ്ങുന്നു. ബ്ലാക്ക് E5 കളിക്കുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. റൂയി ലോപ്പസ് ഓപ്പണിംഗ് ആണ്. A6 കളിച്ച് ബിഷപ്പിനെ ഓടിക്കാൻ നോക്കുന്നു. ബിഷപ്പ് A4, നൈറ്റ് F6 കളിച്ച് ഈ പോണിനെ വെട്ടി എടുക്കാൻ നോക്കുന്നു. ക്യാഷിൽ ചെയ്യുന്നു. ബിഷപ്പ് E7. അപ്പോൾ ഈ പോണിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിന് ഇവിടെ പൊസിഷൻസ് ഓപ്പൺ ആക്കാം. ഇവിടെ D4 കളിച്ചിട്ട് ഈ പൊസിഷൻസ് ഇവിടെ ഓപ്പൺ ആക്കാവുന്നതാണ് ഇവിടെ വൈറ്റിന്. പക്ഷേ ബ്ലാക്ക് ഡിങ് ലിറൻ ഇവിടെ ബിഷപ്പിന് E7 കളിച്ച് ക്യാഷിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. D3 കളിക്കുന്നു. അടുത്ത ബിഷപ്പിനെ പുറത്തിറക്കാനാണ് ഉദ്ദേശം. B5, ബിഷപ്പ് B3, D6. അപ്പോൾ ഐഡിയ എന്താണ്? ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്യാനായിരിക്കാം. C3. അപ്പോൾ C3 കളിച്ചിട്ട് ബിഷപ്പിനെ വേണമെങ്കിൽ C2ലേക്കും കൊണ്ടുവരാം. D4ഉം കളിക്കാം. ക്യാഷിൽ ചെയ്യുന്നു. A4. അപ്പോൾ ഇനിയുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടിയെടുക്കുക. തിരിച്ചു വെട്ടുമ്പോൾ ഈ റൂക്കിന് പണി കിട്ടും. അതുകൊണ്ട് ബിഷപ്പ് ഇവിടെ D7 വന്നിട്ട് ഈ ഒരു റൂക്കിന് പ്രൊട്ടക്ഷനായി. ബിഷപ്പ് ഇവിടെ A2ലേക്ക് പോകുന്നു. ഈ ഒരു ഡയഗണലിൽ തന്നെ നിലനിൽക്കുന്നു. കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്യുകയും ചെയ്യുന്നു. H6, H3. അപ്പോൾ ഇനി നോ ലോങ്ങർ ഇവിടെ ബിഷപ്പ് G4 ഇല്ല. റൂക്ക് E8, ബിഷപ്പ് E3. റൂക്കിനെ ഇവിടെ ഈ ഒരു ഫയലിലോട്ട് കളിക്കുന്നു. ഇവിടെ B8ലോട്ട് കളിക്കുന്നു. അപ്പോൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോൺ വെച്ച് വെട്ടി റൂക്കിന് കുറച്ചും കൂടെ ആക്ടിവിറ്റി ഇവിടെ കിട്ടും. നൈറ്റ് BD2, ബിഷപ്പ് F8. അപ്പോൾ ഇപ്പോൾ കിങ് സൈഡ് നല്ല പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ G7ലൊക്കെ ഇവിടെ ഈ ബിഷപ്പ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. G4. ഇവിടെയാണ് ഗെയിമിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ എങ്ങനെ ഒരു കളി ഇമ്പ്രൂവ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ A×B5 ആദ്യം വെട്ടിയിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. ഇങ്ങനെ പോയിട്ട് ഇവിടെ വേണമെങ്കിൽ കളി മുന്നോട്ട് ഇവിടെ പോവാം. ഇവിടെ പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഇപ്പോൾ A×B4 വെട്ടി. വേണമെങ്കിൽ ഇവിടെ ഒരു പക്ഷേ റൂക്ക് E1 ഇങ്ങനെയൊക്കെ വെച്ച് സ്റ്റാൻഡേർഡ് രീതിയിൽ പോവാം. അതിനുശേഷം നൈറ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല പവർഫുൾ അറ്റാക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ നെപ്പോ കളിക്കുന്ന മൂവ് പോൺ G4 ആണ്. ഇവിടെ അറ്റാക്ക് ചെയ്ത് കിങ് സൈഡ് തുറന്നാലും ബാക്കി പീസുകളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വേൾഡ് ചാമ്പ്യനായ ഡിങ് ലിറൻ്റെ കിങ് സൈഡ് തകർക്കുക. ഇതാണ് നെപ്പോയുടെ ഐഡിയ. ബിഷപ്പിനെ E6 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിൻ്റെ ഈ ഡയഗണൽ അങ്ങ് അടച്ചു കളഞ്ഞു. അപ്പോൾ ബിഷപ്പ് വെച്ചെടുക്കുമ്പോൾ റൂക്ക് വെച്ചെടുക്കുക. ഇതാണ് ഐഡിയ. ബിഷപ്പ് വെച്ചെടുത്തു, റൂക്ക് വെച്ചെടുത്തു, പോൺ വെച്ചെടുത്തു, പോൺ വെച്ചെടുത്തു. ഇനി എങ്ങനെയാണ് കണ്ടിന്യൂഷൻ? G5. അപ്പോൾ ഇവിടെ H6 പോണിലോട്ടും ഉണ്ട്, നൈറ്റിലോട്ടും ഉണ്ട്. അപ്പോൾ H6 പോണിന് നേടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് H പോൺ വെച്ചെടുക്കുന്നു. നൈറ്റ് ടേക്സ് G5. ഇപ്പോൾ റൂക്കിലേക്കാണ് അറ്റാക്ക്. റൂക്ക് തിരികെ പോകുന്നു. കിങ് H2. നല്ല കൂളായിട്ടുള്ള ഒരു കാമായിട്ടുള്ള മൂവ്. ഐഡിയ റൂക്കിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിങ്ങിൻ്റെ ലൈനുമായിട്ട് ലൈനപ്പ് ചെയ്യുക. D5. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രഷർ ഭയങ്കര കൂടുതലാവും. അതുകൊണ്ടാണ് ഇവിടെ D5 കളിച്ചിട്ട് ഇവിടെ സെൻറ്റർ വീണ്ടും തുറക്കാൻ ഇവിടെ ഡിങ് ലിറൻ നോക്കുന്നത്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ റൂക്ക് G1 കളിച്ച് നെപ്പോ കിങ്ങുമായിട്ട് പിടിക്കുകയാണ് ഇവിടെ. D4. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബിഷപ്പിലേക്കാണ് അറ്റാക്ക്. പോൺ വെച്ചെടുത്തു, പോൺ വെച്ചെടുത്തു. ബിഷപ്പ് F4ലോട്ട് പോയി. ബിഷപ്പ് നല്ല ആക്റ്റീവാണ്, നൈറ്റും ആക്റ്റീവാണ്, റൂക്കും നല്ല ആക്റ്റീവാണ്. ക്യൂനും ഈ ഒരു നൈറ്റിനെ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്വയറിലോട്ടൊക്കെ വരാൻ പറ്റും. ഇപ്പോൾ ആകെ പ്രശ്നക്കാരായിട്ടിരിക്കുന്നത് ഈ നൈറ്റാണ്. ബിഷപ്പ് D6 കളിക്കുന്നു. ഇവിടെ ബിഷപ്പ് D6 കളിക്കുമ്പോൾ ഈ ഒരു ബിഷപ്പ് തിരികെ പോവുകയാണ്. തിരിച്ച് കാരണം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വിത്ത് ചെക്കാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് അനുവദിക്കാൻ എന്തായാലും റെഡിയല്ല. അതുകൊണ്ട് ബിഷപ്പിനെ ഇവിടെ തിരികെ പോകുന്നു. ബിഷപ്പ് വെച്ച് വെട്ടിയപ്പോൾ റൂക്ക് വെച്ച് വെട്ടി. ഓഫ് കോഴ്സ് കിങ് വെച്ച് വെട്ടില്ല, റൂക്ക് വെച്ച് വെട്ടും. ക്യൂൺ D6 കളിക്കുന്നു. നല്ലൊരു മൂവാണ്. ഈ ഒരു പിൻ ഇവിടെ നിലനിർത്തുന്നു. റൂക്കിനെ അനങ്ങാൻ പറ്റില്ല. പക്ഷെ വെറുതെ കിങ് ഇവിടെ G1 കളിച്ചാൽ മതി. ഇവിടെ ഡിങ് ലിറൻ മാക്സിമം പീസുകൾ ഒഴിവാക്കാൻ നോക്കുകയാണ് റൂക്ക് A8 ഒക്കെ കളിച്ചിട്ട്. അപ്പോൾ വൈറ്റ് എന്ത് ചെയ്യുന്നു? റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടുന്നു, തിരിച്ചു വെട്ടുന്നു. ക്യൂൻ B3. അപ്പോൾ ഇനി പതുക്കെ പ്രഷറുകൾ തുടങ്ങുകയാണ്. ഇത് B5 പോണിലേക്ക് അല്ല അറ്റാക്ക്, ഇവിടെ F7 പോണിലേക്കാണ്. നൈറ്റും ക്യൂനും കൂടെ ആ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. ക്യൂൻ ഇവിടെ D7 നിന്നിട്ട് ഈ ഒരു പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു. ഇനി നെപ്പോ എന്ത് ചെയ്യുന്നു? നെപ്പോ ആ പോണിനെ എടുക്കുമോ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യും? നൈറ്റ് F3.
നെപ്പോയ്ക്ക് ഈ പോണൊന്നും വേണ്ട, കാരണം ആ പോണിനൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ റൂക്ക് B8 വന്നിട്ട് ഈ ഒരു പക്ഷേ ക്യൂൻ വെച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ റൂക്ക് B8 വരാം, ഇവിടെ ബ്ലാക്കിന് പെട്ടെന്ന് ഈക്വലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ കളിക്കുന്നത് നൈറ്റ് F3 ആണ്. ഇനിയാണ് റൂക്ക് B8 കളിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പോണിന് പ്രൊട്ടക്ഷൻ വാങ്ങി, പക്ഷെ അത് കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നേരെ ക്യൂൻ വെച്ച് എടുത്താൽ മതി. ഓക്കെ, റൂക്ക് B8, ക്വീൻ C2. അപ്പോൾ പതുക്കെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാണ്, പതുക്കെ ഒരു പക്ഷേ ഈ നൈറ്റിലേക്ക് ഇവിടെ പ്രഷർ കൊടുക്കാനാണ്. റൂക്ക് B6. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ക്യൂവിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഏകദേശം തീരുമാനമാവും. അതുകൊണ്ട് റൂക്ക് B6 കളിച്ചാൽ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കണം. E5. അപ്പോൾ ഈ പോൺ പ്രൊട്ടക്റ്റഡ് ആണ് നൈറ്റ് വെച്ച്, ഈ ഒരു നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യണം. നമ്മൾ പറഞ്ഞ പോലെ ഈ നൈറ്റാണ് ഇവിടുത്തെ ഏറ്റവും പവർഫുൾ ഡിഫൻഡർ. ആ നൈറ്റിനെ ഓടിച്ചുവിടാൻ നോക്കുകയാണ്. നൈറ്റ് H5 കളിച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. റൂക്കിനെ മാത്രമല്ല, ഇവിടെ H3യിലേക്കും ചെറിയ പണി കിട്ടും ഈ നൈറ്റിനെ ഓടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് റൂക്ക് G4 കളിക്കുന്നു. റൂക്ക് ഇവിടെ തിരികെ പോകുന്നു. ഇത് കുറച്ച് പാസീവാണ്. കുറച്ചും കൂടെ നല്ലൊരു മൂവ് ക്യൂൺ D5 ആണ്. ഐഡിയ ഈ ഒരു പൊസിഷനിലോട്ടൊക്കെ അറ്റാക്ക് ചെയ്യുക, ഈ നൈറ്റിനൊക്കെ ഓടിച്ചു വിട്ടതിന് ശേഷം ഈ ഒരു ഡയഗണലിലേക്ക് കളി വരിക. ഇതായിരുന്നു ഇവിടെ ഡിംഗ്ലറൻ ചെയ്യേണ്ടിയിരുന്ന മൂവ്. പക്ഷേ റൂക്ക് G4ന് ശേഷം റൂക്ക് B8 കളിക്കുന്നു. ഇവിടെ നെപ്പോയ്ക്ക് പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഐഡിയ വരികയാണ് ക്യൂൺ C5. നല്ല കീ സ്ക്വയർസ് എല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യുകയാണ്, നല്ല സ്ക്വയർസ് എല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യുകയാണ്. മാത്രമല്ല D4ലേക്കുള്ള പ്രഷർ ഇപ്പോൾ നോക്കിയാൽ എല്ലാ രീതിയിലും ആ D4ലേക്ക് ഇവിടെ പ്രഷർ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് വരികയാണ്. പക്ഷേ നെപ്പോയ്ക്ക് ഇവിടെ ഒരു കിടലും ഫിനിഷ് ഉണ്ട്. നൈറ്റിനെ ആദ്യം ഇവിടെ E4ലോട്ട് കൊണ്ടിരുന്നു. കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷ് ഉണ്ട് ഇവിടെ. E6 കളിച്ചാൽ മതി. E6 കളിച്ച് കഴിയുമ്പോൾ ഇവിടെ മോറോർലെസ് ഇവിടെ നല്ലൊരു പവർഫുൾ അറ്റാക്കാണ് വരുന്നത്. ഇനി FE6ന് ശേഷം ഇനി കളിക്കാവുന്ന ഒരു കിടലും മൂവ് ഉണ്ട്, നൈറ്റ് E4. അപ്പോൾ ഈ നൈറ്റിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. നൈറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് വെച്ച് വെട്ടുകയും ചെയ്യും. ആ നൈറ്റിന് ഇവിടെ പോകാൻ നല്ല സ്ക്വയർ ഒന്നുമില്ല, ക്യൂൻ വെച്ച് നൈറ്റിനെ എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ E6 പോകുന്നില്ല. പകരം ഗെയിമിൽ നൈറ്റ് E4 കുറച്ചും കൂടെ ഹ്യൂമൻ ആയിട്ടുള്ളൊരു മൂവാണ്. ക്യൂൺ E6, റൂക്ക് H5, മറ്റൊരു റൂക്ക് H4, മറ്റൊരു കിടലൻ മൂവ്. കാരണം ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഈ നൈറ്റിന് പോകാൻ ഒരു നല്ല സ്ക്വയറും ഇല്ല. ഈ സ്ക്വയർ റൂക്കിൻ്റെ പരിധിയിലാണ്. ഈ സ്ക്വയറിലേക്ക് പോയാൽ പോണുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? റൂക്ക് D5 കളിക്കണം. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയം G6 ഒന്ന് കളിച്ച് നോക്കിയാലോ. G6 കളിച്ചു കഴിഞ്ഞാലും ഇവിടെ നല്ലൊരു പവർഫുൾ അറ്റാക്ക് ഉണ്ട്. വെറുതെ ഈ നൈറ്റിനെ അങ്ങ് വെട്ടിയെടുത്താൽ മതി. കാരണം തിരിച്ചു വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് കളി മുന്നോട്ട് പോകുന്നത്? അടുത്ത പീസായിട്ടുള്ള നൈറ്റ് F എന്ന് G5ലോട്ട് വരും. അപ്പോൾ ഇനിയുള്ള ഇതിൻ്റെ ഐഡിയ എന്താണ്? ഈ രണ്ട് നൈറ്റുകളും വളരെ പവർഫുൾ ആണ്. ഇനി ഈ ഒരു നൈറ്റിൻ്റെ ചെക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പോണിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലാതെ ഇപ്പോൾ ഈ ഒരു നിരയിൽ തന്നെ നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ക്യൂനിലേക്കാണ് ഇപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. വേറെ ഇപ്പോൾ എവിടേക്ക് പോകും? ക്യൂന് ഇവിടെ D5ലോട്ട് പോവോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഒരു പോണിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ പോവുകയും ചെയ്യും, അതിനെ ഡിഫ്ലക്റ്റഡ് ആവുകയും ചെയ്യും. ഇനി വേറെ എവിടെ പോകും? H6ലോട്ട് പോയി കഴിഞ്ഞാൽ നൈറ്റ് F6 ചെക്ക് വരും, ഈ നൈറ്റ് വീഴും. എന്തായാലും പണിയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് G6 കളിക്കുന്നതിന് വരും റൂക്ക് D5 കളിച്ച് ക്യൂവിനെ അങ്ങ് അറ്റാക്ക് ചെയ്യണം. നെപ്പോ ജസ്റ്റ് ക്യൂവിന് A3, കിടിലനായിട്ടുള്ള മൂവ്. ത്രെട്ട് ഇതുപോലെ തന്നെ നിലനിർത്തുന്നു. ക്യൂവിനെ ഇവിടേക്ക് വന്നൊരു ചെക്ക് കൊടുക്കാനും നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യാനും ഒക്കെയാണ് ഇവിടുത്തെ ഐഡിയ. G6 കളിച്ച് ഈ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു. രണ്ട് ത്രെട്ട് ഒരേ സമയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നെപ്പോയ്ക്ക് കിടിലൻ ഫിനിഷ് ഉണ്ട്, നൈറ്റ് G5. ഇവിടെ ഡിംഗ്ലറൻ റിസൈൻ ചെയ്യാണ്. കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവിടെ എന്ത് കളിച്ചാലും ഇവിടുത്തെ ത്രെട്ട് ഒരു പക്ഷേ ഈ ഒരു ക്യൂവിനെ രക്ഷിക്കാൻ വേണ്ടി ക്യൂവിനെ ഒരു പക്ഷേ നമുക്ക് D7ലോട്ട് കളിച്ചിട്ട് വലിയ കാര്യമില്ല. D7ലോട്ട് കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകണം എന്താണ്? റൂക്ക് ടേക്സ് H5. കാരണം വെട്ടിക്കഴിഞ്ഞാൽ നൈറ്റ് ടേക്സ് F6 ചെക്ക്, ഇവിടെ ക്യൂവിനെ എഴുതുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിലനിർത്തുന്നത് ഈ ഒരു നൈറ്റിൻ്റെ പ്രശ്നത്തിലാണ്. അപ്പോൾ നൈറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഇവിടെ ജയിക്കാവുന്നതാണ്. ഇനി വേറെ എവിടെ പോകും? ഇവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല, ഇവിടെയും പോകാൻ പറ്റില്ല. ഇവിടെ പോയി നോക്കിയാലോ. ഇവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്? ഇവിടെ കളിക്കാൻ പോകുന്നത് ക്യൂൻ വെച്ചൊരു ചെക്ക് വരും. ഇനി എവിടെ പോകും? കിങ് G7, നൈറ്റ് വീണു. ഇനി ബാക്കിയുള്ള കാര്യം പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യണ്ടല്ലോ. ഓൾറെഡി ഇവിടെ വൈറ്റിന് വളരെ നല്ല പ്ലസ് പൊസിഷനാണ്. എല്ലാ പീസുകളും വെൽ കോർഡിനേറ്റഡ് ആണ്. മാത്രമല്ല ഈ നൈറ്റുകൾ ഇവിടെ ഈസിലി റൂൾ ചെയ്യുന്നതാണ്.
ഇപ്പോൾ ഇനിയിപ്പോൾ ഈ റൂക്ക് ഇപ്പോൾ ഒരുപക്ഷെ റൂക്ക് വെച്ച് ഈ പോണിനെ വെട്ടിക്കഴിഞ്ഞാലും നല്ല പവർഫുൾ അറ്റാക്ക് ഉണ്ട്. ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു എലിമിനേഷൻ നടന്നേ മതി. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കാര്യം ഇവിടെ ഈ 2 നൈറ്റുകൾ ഈ റൂക്കിനേക്കാൾ ഇവിടെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇനി റൂക്ക് E6 കളിച്ചു നോക്കാം. പക്ഷെ വീണ്ടും ക്യൂൺ D5. ഇവിടെ H5 വരുന്നു. നൈറ്റുകൾ രണ്ടും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ പൊസിഷൻ എന്തായാലും വൈറ്റ് വിന്നിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മൂവിന് ശേഷം ഇവിടെ നൈറ്റ് G5 ശേഷം ഇവിടെ ഡിങ് ലിറൻ, വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഡിങ് ലിറൻ റിസൈൻ ചെയ്യണം. അപ്പം നെപ്പോ ഒരു വർഷത്തിന് ഓൾമോസ്റ്റ് ഒരു 9-10 മാസത്തിന് ശേഷം ഒരു മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലോക ചാമ്പ്യൻ്റെ ഫോം കുറച്ച് മോശമാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ. ലോക ചാമ്പ്യൻ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.